ചെയ്തോ? ആ ഫിനിഷ് ചെയ്തു ഏട്ടാ. ഏട്ടനൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. നീയാണോ വരച്ചത്? ആ അതെ അതെ ഏട്ടാ. വെരി ഗുഡ് അഖിൽ. ഫസ്റ്റ് ടൈം ആണെങ്കിലും നന്നായിട്ട് ഡിസൈൻ ചെയ്തു. വെരി ഇംപ്രസീവ് അഖിൽ. ഗുഡ് ജോബ്. താങ്ക്സ് ഏട്ടാ. താങ്ക് യു. അബി, ഏട്ടാ ഏട്ടനിപ്പോ എന്നെ എന്തോ പറഞ്ഞില്ലേ, അത് ഒന്നുകൂടി പറയാമോ? എന്താ അഖിൽ? അത് തന്നെ, എന്റെ ഡിസൈൻ അടിപൊളിയാണെന്ന്, വെരി ഗുഡ് ആണെന്ന്, ഇംപ്രസീവ്, കീപ് ഇറ്റ് അപ്പ് എന്നൊക്കെ പറഞ്ഞില്ലേ? അത് ശരി. നിന്റെ ഡിസൈനെ പൊക്കി പറയണം. നീ നോക്കിയോ എന്റെ ഡിസൈൻ എങ്ങനെ ഉണ്ടെന്ന്. സത്യമായിട്ട് നിന്റെ ഡിസൈൻ വളരെ നന്നായിട്ടുണ്ട് അഖിൽ. ഗുഡ് ജോബ്. എന്റെ ഡിസൈനെ നോക്കബി. ഓക്കെ ഏട്ടാ, ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അപ്പോ ഭാസ്കരേട്ടൻ വീണ്ടും ഡിസൈൻ വരയ്ക്കണമെന്നാണോ? വല്യേട്ടന് ക്ഷമ കുറച്ച് കൂടുതലാ. ഏട്ടൻ എത്ര തവണ വരയ്ക്കാൻ പറഞ്ഞാലും വരച്ചോണ്ടിരിക്കും. എന്താടാ, പ്രതികാരം ചെയ്യണോ? നോട്ട് റിക്വയർഡ് അഖിൽ. ഇറ്റ്സ് ഇനഫ്. ഗുഡ് ജോബ് ഏട്ടാ. രമേശ് സർ, ഒരു 20,000 റുപ്പീസ് ക്യാഷ് ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഹാർഡ് വർക്ക് ചെയ്യണം. ബെറ്റർമെന്റ് ഉണ്ടാവണം, ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. ഇവരുടെ അക്കൗണ്ടിലേക്ക് എഴുതിക്കേ. നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലമായി ഓരോ ആൾക്ക് 10,000 വെച്ച് തരുന്നു. ഇതാ വാങ്ങിച്ചോളൂ. എന്താ അബി ഇത്? ഞങ്ങളെ കടമയല്ലേ ചെയ്തോളൂ. ഞങ്ങൾക്ക് കാശൊന്നും വേണ്ട ഏട്ടാ. ആദ്യം ആ കടം തീരട്ടെ. ആ 50 ലക്ഷത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആദ്യം നിങ്ങൾ ഇത് വാങ്ങിക്കാം. പിടിക്കാം. നിങ്ങൾക്ക് ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാവണം. അത് പഠിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ നിങ്ങളെ കൊണ്ട് കടം വീട്ടാനൊന്നുമല്ല. നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് വണ്ടേഴ്സ്. അതിന് നിങ്ങളുടെ വർക്ക് തന്നെയാണ് പ്രൂഫ്. ഓക്കെ, താങ്ക്സ് അബി. താങ്ക്സ് ഏട്ടാ. നിങ്ങൾ ഒരുപാട് ടയേർഡായെന്ന് തോന്നുന്നു. ഇന്നത്തേക്ക് പോയി റെസ്റ്റ് എടുത്തോ. ഓക്കെ, ബൈ. ഹലോ ഭാവനെ, ഇന്നെന്തായാലും ഷോപ്പിങ്ങിന് പോവാം. റെഡി ആയിട്ടിരിക്കെ. വിത്തിൻ 10 മിനിറ്റ്സ് ഞാൻ അവിടെ എത്തും. ബൈ. വീട്ടിൽ പോയിട്ട് റെഡിയാവാൻ നിന്നാ ഒരുപാട് സമയം പോവും. ഇവിടെ നിന്ന് റെഡിയാവുന്നത് നല്ലത്. ആ ഏയ് സ്വപ്ന, ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ടേ അതുവഴി ബർത്ത്ഡേ പാർട്ടിക്ക് വന്നേക്കാം. ഓക്കെ, ഡോണ്ട് വറി. ലേഡി സ്റ്റാഫിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ഏട്ടത്തിയുടെ കൂടെ ഷോപ്പിങ്ങിന് പോവാല്ലേ? ഓ, എങ്ങനെ പോകുന്നു എനിക്കൊന്ന് കാണണം. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോ വലിയ ജാടയായിരുന്നല്ലോ. ശരിയാക്കി തരാം. 8ന്റെ പണിയാ കാത്തിരിക്കുന്നേ. മല്ലേട്ടാ, ഞാൻ കാണിച്ചു തരാം. ഇതിനിപ്പോ തന്നെ പഞ്ചർ ആവണമായിരുന്നോ? ഞാനിപ്പോ വീട്ടിലെങ്ങനെ പോവും? ആ
ഇവനുണ്ടല്ലോ. ഡാ അഖിലേ, അഖിലേ വാടാ വീട്ടിലേക്ക് പോ. സോറി ഏട്ടാ, ഞാനിപ്പോ വീട്ടിലേക്കല്ല പോന്നെ, ഒരു സിനിമ കാണാൻ പോവാ. ഡാ എന്റെ കാറിന്റെ ടയർ പഞ്ചറായി, എന്നെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് നീ പൊയ്ക്കോ. അയ്യോ, എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ല ഏട്ടാ, ഷോ ഇപ്പൊ തുടങ്ങുന്നേ. എടാ അഖിലേ പ്ലീസ് ഡാ, നീ കാര്യം ഒന്ന് മനസ്സിലാക്ക്, എന്നെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്യും. എന്റെ ഏട്ടാ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യാണെന്ന്. ഇല്ല, പറ്റില്ല ഏട്ടാ, പറ്റില്ല. അഖിൽ എന്താ ഇപ്പൊ ചെയ്യാം, അവൻ മനഃപൂർവ്വം ചെയ്തതാ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? സ്റ്റെപ്പിനി മാറ്റിയിട്ടിട്ട് പോവാനേ പറ്റൂ. എല്ലാവർക്കും ആദ്യത്തെ ഗുരു അമ്മയാണ്. നമ്മൾ കാണുന്ന ദൈവവും അമ്മയാണ്. അമ്മയ്ക്ക് മുകളിൽ വേറെ ഒരു ദൈവവും ഇല്ല. അമ്മയേക്കാൾ വലിയൊരു പോരാളി വേറെ ആരുമില്ല. സൃഷ്ടിക്കും കാരണം തന്നെ അമ്മയാണ്. വെരി ഗുഡ് അനു, വളരെ നന്നായിട്ട് പറഞ്ഞു. അനു, നാളെ സ്കൂളിലും ഇതുപോലെ പറഞ്ഞാൽ നീ ആയിരിക്കും ജയിക്കുന്നത്. യെസ്, അനുമോള് തന്നെയാണ് വിന്നർ. ഗുഡ് ജോബ്. ഏട്ടാ കോഫി എടുക്കട്ടെ? വേണ്ട വസു. അനു, സ്പീച്ച് എത്ര ഭംഗിയായിരുന്നു അറിയോ? അമ്മയെക്കുറിച്ച് നീ പറഞ്ഞ സ്പീച്ച് സൂപ്പർ ആയിരുന്നു. താങ്ക് യു അച്ഛാ. അനു ഇത്രയും നന്നായിട്ട് പറയാൻ കാരണം അമ്മയാണ് അച്ഛാ. കഷ്ടപ്പെട്ട അമ്മയാ അനു നീ സ്പീച്ച് പറഞ്ഞു കൊടുത്തത്. ഓ ഫാന്റാസ്റ്റിക്. അല്ല, അനു മാത്രമേ ഉള്ളൂ? നിങ്ങൾ രണ്ടുപേരും കോമ്പറ്റീഷനൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലേ? ലിസ്റ്റിൽ എന്റെ പേരുണ്ടായിരുന്നില്ല അച്ഛാ. ഓ, ഇറ്റ്സ് ഓക്കെ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ? എനിക്കതില് വിഷമമൊന്നുമില്ലായിരുന്നു അച്ഛാ. എനിക്ക് പകരം അനു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അച്ഛാ. അവള് ജയിച്ചാൽ ഞാൻ ജയിച്ചതുപോലെയല്ലേ? ദാറ്റ്സ് ദ സ്പിരിറ്റ്. ഉണ്ണി, വാട്ട് അബൌട്ട് യു? ലിസ്റ്റിൽ മോന്റെ പേരില്ലായിരുന്നു? ഉണ്ടച്ചാ, പക്ഷേ ഉണ്ണി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞച്ചാ. അതെന്താ? ലിസ്റ്റില് നിന്റെ പേര് ഉണ്ടോ ഉണ്ണി? ഉണ്ടമ്മേ. പക്ഷെ നീ എന്താ അത് എന്നോട് പറയാതിരുന്നേ? അത് പിന്നെ സ്പീച്ച് കോമ്പറ്റീഷനിൽ അനു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാ ഉണ്ണി പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്. അതെന്താ ഉണ്ണി? അനു എങ്ങനെയെങ്കിലും ജയിക്കണോ അച്ഛാ? ഞാനഥവാ പാർട്ടിസിപ്പേറ്റ് ചെയ്ത അനു തോറ്റു എന്നുള്ളൊരു പേടിയുണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തു. ദേ നോക്ക്, കോമ്പറ്റീഷനിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നത് ഒരിക്കലും ഡിസൈഡ് ചെയ്യരുത്. നീയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, നന്നായിട്ട് ട്രൈ ചെയ്യാൻ വേണം. വേണ്ടച്ചാ, അനു തന്നെ ജയിക്കണം, അതാ അവളുടെ ആഗ്രഹം. അനുവിനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാന്ന് അമ്മ പ്രോമിസ് ചെയ്തിരിക്കുവല്ലേ. എന്ന് പറഞ്ഞ് നീ അങ്ങ് ഡ്രോപ്പ് ചെയ്യോ? നോ 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 വേ, നീയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അല്ല, മോൻ എന്ന ടോപ്പിക് എന്താ? കാടുകളെ പറ്റി ഒരു സ്പീച്ച് പറയാൻ പറഞ്ഞു. ഫോറസ്റ്റ്, ഫാന്റാസ്റ്റിക്. ഐ ഹാവ് എ പ്ലാൻ. അമ്മ അനുവിന് വേണ്ടി അമ്മയെക്കുറിച്ചൊരു സ്പീച്ച് റെഡിയാക്കിയില്ലേ, അതുപോലെ മോന് വേണ്ടി ഫോറസ്റ്റിനെ കുറിച്ച് ഞാനൊരു സ്പീച്ച് റെഡിയാക്കാം. ഓക്കെ അല്ലേ? ഓക്കേ അച്ഛാ. എന്തിനേട്ടാ അനു മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്? അല്ലടോ, കുട്ടികൾക്കിടയിൽ ചെറിയൊരു കോമ്പറ്റീഷനൊക്കെ വേണം, എന്നാലേ അവർക്ക് ഗ്രോത്ത് ഉണ്ടാവും. ഉണ്ണി, നിനക്ക് ഞാൻ സ്പീച്ച് റെഡിയാക്കി തരാം. കം. സന്തോഷത്തോടെ ഷോപ്പിങ്ങിന് പോവാം, 10 മിനിറ്റിനുള്ളിൽ വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറായിട്ട് ഏട്ടനെ കാണാനില്ലല്ലോ.
അഖിൽ, ആ എന്താ എടുത്തി? ആ, നീയും എത്തി. കുറച്ചു മുമ്പ് അഭിയും വീട്ടിലെത്തി. നിന്റെ വല്യേട്ടന് മാത്രം എന്താ വരാത്ത? ഐ എം സോറി എടുത്തി. സോറി എന്തിനാ അഖിൽ? എന്തു പറ്റി? പ്ലീസ് എടുത്തി, ഞാൻ എടുത്തോട് കെഞ്ചി പറയാം, എന്നോടൊന്നും ചോദിക്കല്ലേ. എന്താ സംഭവിച്ചതെന്ന് പറയ അഖിൽ. എന്നെങ്ങനെ നിർബന്ധിച്ചു കഴിഞ്ഞാ സത്യങ്ങളെല്ലാം ഞാൻ വിളിച്ച് പറഞ്ഞു പോവാൻ എടുത്തി. എന്ത് സത്യം അഖിൽ? വേണ്ട, എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. അത് കേട്ട് കഴിഞ്ഞാൽ പൊട്ടിക്കരഞ്ഞു പോവും. പറയ അഖിൽ. ഞാനത് പറഞ്ഞ ഏട്ടന്റെ ഏട്ടത്തിന്റെ ഇടയ്ക്ക് ഞാൻ വഴക്കുണ്ടാക്കിയതുപോലെ ആയിപ്പോവും. എന്ത് വഴക്കുണ്ടായാലും പ്രശ്നമില്ല, നീ കാര്യം പറയേ. അത് പിന്നെ എടുത്തി, ഏട്ടൻ വരുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ആവും. അതെന്തു പറ്റി? അത് ഇന്ന് ഞങ്ങളുടെ ഓഫീസിലെ ഒരു ലേഡി സ്റ്റാഫിന്റെ ബർത്ത്ഡേയാ. ആ പെണ്ണ് പാർട്ടിക്ക് ക്ഷണിച്ചു. അങ്ങോട്ട് പോയിരിക്കുക ഏട്ടൻ. എന്താ? നിന്റെ വല്യേട്ടൻ ഒരു പെണ്ണിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയെന്നോ? അയ്യോ, ഞാൻ പറയണ്ടെന്നാ വിചാരിച്ചത്, പറഞ്ഞു പോയല്ലോ. നീ പറയുന്നത് സത്യമാണോ അഖിൽ? ഏടത്തിനോട് ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? ആ പെണ്ണിന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാനേ ഭാസ്കരേട്ടൻ അബേട്ടന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ കടം വാങ്ങിച്ചു. അയ്യോ ഏടത്തി, ഇത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാ, പറഞ്ഞു പോയി. എന്നോട് ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ കൂടെ പാർട്ടിക്ക് പോയിരിക്കാണല്ലേ? അതാ പെൺകുട്ടിയെ കാണാൻ നല്ല സുന്ദരിയായ ഏടത്തി. എന്നെക്കാളും സുന്ദരിയാണോ അവള്? ഏട്ടന് ഇഷ്ടപ്പെട്ടൂന്നേ. നിന്റെ വല്യേട്ടൻ പാവമാണെന്നാ കരുതിയെ. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലേ? വീട്ടിലേക്ക് വരട്ടെ, കാണിച്ചു കൊടുക്കാം. അയ്യോ, ഏട്ടൻ വീട്ടിൽ വന്ന ഉടനെ ഏടത്തി ഭദ്രകാളിയുടെ രൂപമൊന്നും എടുത്തേക്കല്ലേ. പേഴ്സിലെ കാശ് കാണാനില്ല, ടയർ പഞ്ചറായി എന്നൊക്കെ ഏട്ടൻ ചിലപ്പോ വെടി പറഞ്ഞിരിക്കും. ഏടത്തെ ഒന്നും വിശ്വസിക്കല്ലേ. അതൊക്കെ പോട്ടെ, ഏട്ടത്തി ഏട്ടനെ വഴക്കൊന്നും പറയണ്ട. എന്താ കണ്ടില്ലേ, ഏടത്തിക്ക് ഇങ്ങനെ വിഷമാവെന്ന് കരുതിയാ ഞാൻ ഒന്നും പറയാതിരുന്നത്. ഏടത്തിയാ എന്നെ നിർബന്ധിപ്പിച്ച് ഇങ്ങനെ ഓരോന്ന് പറയിപ്പിച്ചത്. അല്ലെങ്കിൽ തന്നെ ആ പെണ്ണ് എത്ര സുന്ദരിയാണെങ്കിലും ഏട്ടത്തിയുടെ ഏട്ടൻ ഇങ്ങനെയൊക്കെ കാണിക്കാമോ? ഏട്ടൻ എന്തെങ്കിലും ചെയ്യട്ടെ, ഏട്ടത്തി വിട്ടേക്ക്, വെറും പാവം. അങ്ങനെ വെറുതെ വിട്ടാലൊന്നും പറ്റില്ല. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞേ പറ്റും. ഏടത്തി, വല്യേട്ട ശരിക്കും ഒരു പാവാ. ഏടത്തി, യെസ്, ഭാസ്കരേട്ടാ, ഏട്ടന്റെ കഥ ഔട്ട്. ഗോവിന്ദ ഗോവിന്ദ. സൂപ്പർ ആന്റി. വേണ്ട ആന്റി. സൂപ്പർ സൂപ്പർ ആന്റി. എന്താ ഇത്, രണ്ടും കൂടി ഇരുന്ന് പിസ് കഴിച്ചോണ്ടിരിക്കാ? ഞങ്ങൾ രണ്ടുപേർക്കും ഓർഡർ ചെയ്തു, ഞങ്ങൾ അത് കഴിക്കുന്നു. അത് ശരി, അപ്പൊ ഈ പിസ് വീട്ടിൽ ഉണ്ടാക്കിയതല്ലേ? ഈ വീട്ടിൽ അത്രയും ക്ഷമയൊക്കെ ഉള്ളത് ആർക്കാ കൊച്ചുമോനെ? നിങ്ങൾക്ക് വിവരമുണ്ടോ? വീട്ടിൽ പിള്ളേരുള്ളതല്ലേ, അവർക്ക് പോലും കൊടുക്കാതെ കൊതിച്ച് പണ്ടാരങ്ങളെ പോലെ തിന്നോണ്ടിരിക്ക. 10 പൈസയുടെ ഉപകാരം പോലും ചെയ്യില്ല. പക്ഷെ പുറത്തുനിന്ന് കഴിക്കാൻ ഒരു കുഴപ്പമില്ല. വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന പുല്ല് പറിച്ചില്ല. സത്യം പറഞ്ഞ പുല്ല് കഴിക്കുന്ന പശുവോ എരുമയോ അതുപോലെ തരും പാല്. എന്ന് നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. വീട്ടിലുള്ളവരൊക്കെ ഒഴിവാക്കി ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് തിന്നാൻ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയത്? വസു എടുത്ത് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും, ഭാവന എടുത്ത് ഉണ്ടാക്കുന്ന ലഞ്ചും വെട്ടി വിഴുങ്ങിക്കോളും രണ്ടും. പക്ഷെ നിങ്ങൾ മാത്രം ആർക്കും ഒന്നും കൊടുക്കില്ല. അല്ല, വീട്ടിലെന്താ ആഹാരമില്ലേ ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാൻ? നിങ്ങൾ മനുഷ്യന്മാരാണോ അതോ പിശാചുക്കളോ? കാർത്തികേ, എന്താടി അവൻ പറഞ്ഞത് കേട്ട് നിനക്ക് വിഷമായോ? അവൻ പറഞ്ഞു എന്ന് നീ മനസ്സിൽ വെച്ചേക്കണ്ട. അവൻ എപ്പോഴാ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുള്ളത്? അവന്റെ നാവ് എപ്പോഴും ഇങ്ങനെ.
ശരി ശരി, നിനക്ക് വിഷമായല്ലോ. ഇനി അവസാനത്തെ പീസ് ഞാൻ തന്നെ കഴിച്ചോളാം. വേണ്ട വേണ്ട, ഞാൻ കഴിച്ചോളാം. ഈ ലാസ്റ്റ് പീസ് എന്റേതാ. അതിന് നീ വിഷമിച്ചിരിക്കല്ലേ? എന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? പിന്നെ നീ എന്തിനാ ഇത്ര സൈലന്റ് ആയിട്ടിരുന്നേ? ആന്റി എത്ര പീസ് കഴിച്ചു, ഞാൻ എത്ര പീസ് കഴിച്ചു എന്ന് കൗണ്ട് ചെയ്ത് നോക്കുമായിരുന്നു. എന്നെക്കാളും ആന്റി ഒരു പീസ് കൂടുതൽ കഴിച്ചു. സോ ഈ പീസ് ഞാൻ കഴിക്കും. ഇടി കള്ളി, എനിക്ക് മാത്രം നാണല്ലാത്തെന്ന് വിചാരിച്ച് നിനക്കും ഇല്ലല്ലേ? അവൻ അത്ര വഴക്ക് പറഞ്ഞിട്ടും നിനക്കെന്താ ദേഷ്യമൊന്നും വരുന്നില്ലേ? അഖിൽ എന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. എനിക്കൊരു പീസ് താടി. ഞാൻ തരില്ല. ഒരു പല്ലിയെ പോലെ ഇരിക്കുകയാണെങ്കിലും നീ വെട്ടി വിഴുകുന്നുണ്ടല്ലോ. പോയി. ഒരു കഷ്ണം താടി. ഏട്ടാ 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 ഏട്ടാ, കൺഗ്രാറ്റുലേഷൻസ് ഏട്ടാ. എന്തിനാടാ? ഏട്ടൻ വീട്ടിലെത്തിയല്ലോ. വീട്ടിലേക്ക് വരുന്നേക്ക് ഒരു അച്ചീവ്മെന്റ് ആണോ? അല്ല, നീ സിനിമയ്ക്ക് പോകുന്നല്ലേ പറഞ്ഞത്? പോയില്ലേ? ഇല്ല ഏട്ടാ. എന്താ കാണാൻ തോന്നിയില്ലേ? ഇപ്പൊ കാണാലോ. എന്ത് സിനിമ? എവിടെ? ഇവിടെ തന്നെ. ടിവിയിലാണോ? ഏട്ടന്റെ ബെഡ്റൂമില്. ഏടത്തി വെയിറ്റ് ചെയ്യാം, റൂമിലേക്ക് ചെല്ല്. ഇവനെന്താ വല്ലാത്തൊരു രീതിയിൽ സംസാരിക്കുന്നത്? വല്ലേട്ടാ, വേഗം ചെല്ല്, സൂക്ഷിച്ചു പോണേ. ഏട്ടൻ എത്തിയല്ലോ, വാ വാ. സോറി ഭാവനെ, ലേറ്റ് ആയി പോയി. പാർട്ടി എങ്ങനെയുണ്ടായിരുന്നു? ഏത് പാർട്ടി? അവള് അത്രയ്ക്ക് സുന്ദരിയാണോ? ഏവള്? അബി 10,000 രൂപ തന്നോ? തന്നു. അതിങ്ങോട്ട് തന്നെ. അയ്യോ, പേഴ്സിലെ കാശ് കാണുന്നില്ല. ഗിഫ്റ്റ് വാങ്ങാൻ പോയില്ലേ, അപ്പ ചെലവായതായിരിക്കും. എന്ത് ഗിഫ്റ്റ്? ഏട്ടൻ വീട്ടിൽ എത്ര മണിക്ക് വരാന്നാ പറഞ്ഞേ? 5 മണിക്ക്. എപ്പോഴാ വന്നത്? 7 മണിക്ക്. എന്താ 2 മണിക്കൂർ ലേറ്റ്? അതെ, കാറിന്റെ ടയർ പഞ്ചറായോ? അത് നിനക്കെങ്ങനെ അറിയാം? നിനക്ക് വേറൊരു കാര്യം അറിയാമോ ഭാവനെ? കാറിലുണ്ടായിരുന്ന സ്റ്റെപ്പിനെയും കൂടി പഞ്ചറായി പോയി. 2 ടയറും പഞ്ചറൊക്കെ മാറ്റിയിട്ട് വന്നപ്പോഴാ ഇത്രയും സമയമായത്. കള്ളം പറിച്ചിട്ട് നിർത്ത്. ഏട്ടനൊരു ശ്രീരാമ പുരുഷനാണെന്നും മറ്റു സ്ത്രീകളെ കണ്ണെടുത്ത് പോലും നോക്കില്ലെന്നാ ഞാൻ കരുതിയത്. ഏട്ടൻ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞേ? എന്നോട് ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞിട്ട് ഏട്ടന്റെ ഓഫീസിൽ ഒരു പെണ്ണിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയല്ലേ? അബി തന്ന 10,000 രൂപ കൊണ്ട് അവളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തല്ലേ? പോരാത്തന്നെ കാർ ടയർ പഞ്ചർ, സ്റ്റെപ്പിനി പഞ്ചർ എന്നൊക്കെ എന്റെ അടുത്ത് കള്ളം പറയൂ അല്ലേ? ഇല്ല ഭാവനെ, സത്യമായിട്ട് കാറിന്റെ ടയർ പഞ്ചറായതാ. ഏട്ടാ ഏട്ടാ, ഫോണിന്റെ ചാർജർ ഉണ്ടോ? ചാർജർ എന്തിനാടാ? എങ്ങനെയുണ്ട് എന്റെ റിവെഞ്ച്? റിവെഞ്ചാ? പിന്നല്ലാതെ. ഓഫീസിൽ വെച്ച് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോ പറ്റില്ലല്ലേ? ഏടത്തി ഞാൻ എരികേറ്റി വെച്ചിട്ടുണ്ട്. ഏട്ടന്റെ പേഴ്സണൽ 10,000 രൂപ അടിച്ചു മാറ്റിയത് ഞാനാ. ഏട്ടൻ നിന്ന് പൂരവാ. എന്തു പറ്റി ഏടത്തി? എന്തിനെങ്കിലും ദേഷ്യപ്പെട്ട് നിൽക്കുന്നേ? ഓ സോറി, നിങ്ങളെന്തോ ഡിസ്കഷനിലായിരുന്നു തോന്നുന്നു. ഞാൻ പോയിട്ട് പിന്നീട് വരാമേ. ഏട്ടാ, ഈ ഡിസൈനില് ഇവനാകെ കുഴപ്പത്തിലാണല്ലോ വിട്ടിട്ട് പോയെ. ഞാൻ സത്യമായിട്ട് ഒരു പാർട്ടിക്ക് പോയതല്ല ഭാവനെ. ശരിക്കും കാറിന്റെ ടയർ പഞ്ചറായതാ. പ്രോമിസ് ഭാവനെ. നിങ്ങളൊരു പാവമാണെന്നും വായിൽ വിരൽ വെച്ചാൽ കടിക്കാൻ അറിയില്ലെന്നോ ഞാൻ വിചാരിച്ചു. നിങ്ങൾക്കൊരു കൃഷ്ണന്റെ സ്വഭാവം ഉണ്ടായിരുന്നെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കി. അയ്യോ, അതൊന്നും അങ്ങനല്ല ഭാവനെ. ശരിക്കും ഞാൻ ഇനി ഒന്നും പറയണ്ട. ഭാവനെ, ഭാവനെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്.
വൃത്തിയിട്ടവനെ എന്തിനാണ് ഇങ്ങനെ ചെയ്തേ? ആ. ഇന്ന് രാത്രി നിങ്ങൾക്ക് ആഹാരമില്ല, കിടക്കയുമില്ല. ഇറങ്ങിപ്പൊയ്ക്കോ.